കണ്ണുകൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് മൂടാം. നമുക്ക് എല്ലാ കണ്ണുകളും ഒരു നിമിഷം, ചില നിമിഷങ്ങൾ കേൾക്കുന്ന നമ്മുടെ എല്ലാ ചിന്തകളും എല്ലാ സങ്കല്പങ്ങളും എല്ലാം ഒന്ന് മറക്കാം. എല്ലാ കണ്ണുകളും കർത്താവിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ജീസസ്, കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. വചനം പറയുന്നു, അവൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഒരു വലിയ ഫ്രീഡം ഇതിൻ്റെ അകത്തുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ ആ സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത ആരെങ്കിലും ഇതിൻ്റെ നടുവിലുണ്ടെങ്കിൽ യേശുവിൻ്റെ ആത്മാവ് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ പോകുന്നു. എല്ലാ കണ്ണുകളും അടച്ചൊരു നിമിഷം വളരെ സമർപ്പണത്തോടെ ഹല്ലേലൂയ 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 hallelujah. Come on, sing together. hallelujah. സഭ ഒരുമിച്ച് പാടാം. hallelujah. Let us worship him. hallelujah. Come Holy Spirit in this place. ശുശ്രൂഷകളെ നിയന്ത്രിക്കുവാൻ. hallelujah. hallelujah. Wonderful Holy Spirit. hallelujah. എല്ലാവരും ചേർന്ന് പാടുവോ? hallelujah. Jesus, oh Jesus, Jesus, oh Jesus, Jesus, oh Jesus, your presence makes me whole, and your breath, Holy Spirit, makes me whole. And hallelujah. വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം കൂടെ. hallelujah. Lord, we worship. Come Holy Spirit, fill us with your anointing. ഒരു പുതിയ പദപ്പ് ഞങ്ങളുടെ മേലിടമേ. ഹല്ലേലൂയ. ജീസസ്, ഓ എല്ലാവരും ചേർന്ന് ഓ ജീസസ് ശബ്ദമുയർത്തി. ഓ യേശുവിന്റെ ഭയങ്കര സാന്നിധ്യം. ഓ അന്തരീക്ഷം മുഴുവനും. ഓ ജീസസ്, your presence, your presence makes me whole, and your presence makes me whole. അസൈവാടും ആവിയേ തൂയ്മായിൽ ആവിയേ അസൈവാടും ആവിയേ തൂയ്മായിൽ ஆவியே இடமசைய உள்ளம் நிறந்து இறங்கி வாருமே. இந்த இடமசைய எல்லாரும் சேர்ந்து பாடாம். உள்ளம் நிறந்து ஓ இறங்கி வாருமே. என்னை ஆனந்த தைலத்தால் அபிஷேகம் செய்திடும் ஆவியா. Oh, come Holy Spirit. என்னை ஆனந்த தைல உள்ளங்கள் நிறைய பரிசுத்தாத்மா அபிஷேகம் செய்திடும் ஆவியானவர். எல்லாവരും അനുഭവിക്കുക. Feel the presence of God. ஆவியானவரே, அன்பின் ஆவியானவரே, ஓ ஆவியானவரே, அன்பின் ஆவியானவரே, ஆனந்த தைலத்தால் அபிஷேகம் செய்திடும் ஆவியானவரே என்னை. Oh, Spirit of the living God, move in this place. Holy Spirit, oh, we welcome you, Holy Spirit.
represent all the ministry. വായി തുറന്നു വന്നൊരു നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ദൈവമക്കളെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ എത്ര ശക്തമായ ചലിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഈസ് എ ഡിവൈൻ പേഴ്സൺ. പരിശുദ്ധാത്മാവ് ഒരു വിശുദ്ധ വ്യക്തി അത്രേ. നമ്മുടെ നടുവിലേക്ക് അവൻ എഴുന്നള്ളി വന്നിരിക്കുന്നു. ചില ഉള്ളങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്താൽ, സമാധാനത്താൽ, ആനന്ദത്താൽ, ചിലർ സന്തോഷത്തിന്റെ അഭിഷേകത്താൽ നിറയുന്നു, ചിലർ ആനന്ദത്തിന്റെ അഭിഷേകത്താൽ നിറയുന്നു. എത്ര പേര് ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കും? അവർക്ക് വേണ്ടി ഇന്ന് പകരം യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. Come on, lift your voice. ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. Holy Spirit, come on, come on, come on, come on, come on. He is here. പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ചില ഉള്ളങ്ങളിലേക്ക് സമാധാനം ഇറങ്ങി വരട്ടെ. ചില ഉള്ളങ്ങളിലേക്ക് സന്തോഷം ഇറങ്ങി വരട്ടെ. ചിലരുടെ മേലൊരു തീ പോലെ ഇറങ്ങി വരട്ടെ. ചില പാപത്തിന്റെ അശുദ്ധികളെ കത്തിച്ചു കളയുന്ന ഹോളി സ്പിരിറ്റ്, സെറ്റ് യുവർ ഫയർ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ തീ ചില ശാപങ്ങളെ തകർക്കുവാൻ, ഞങ്ങളുടെ ഉള്ളത്തിലുള്ള ഭാരങ്ങളെല്ലാം പുറത്തു പോകുവാൻ. Come on, come on, come on, Spirit of the living God, fall afresh on me. ആത്മാവാം ദൈവമേ, ചൊരിയുക നിന്നഗ്നി. ഹല്ലേലൂയ. Hallelujah. Hallelujah. How many of you feel the presence of God here? നിങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കുന്ന സമാധാനം കൊണ്ട്. Hallelujah. Hallelujah. എൻ്റെ യേശു ഇതിന്റെ നടുവിലുണ്ടല്ലോ. ഇന്ന് പകൽ മുഴുവനും നാം ദൈവ സാന്നിധ്യം അനുഭവിക്കുകയായിരുന്നു. പക്ഷേ വീണ്ടും പറ, കർത്താവേ, മുട്ടോളമല്ല, അരയോളമല്ല, എന്നെ അതിന്റെ അകത്തേക്ക് മുക്കണമേ. താങ്ക് യു ഫാദർ. അങ്ങേക്ക് എല്ലാ മഹത്വവും. ഞങ്ങളുടെ വചനത്തിന് മുൻപിൽ ഞങ്ങൾ ഇരിക്കുന്നു. ഞങ്ങളുടെ വചനത്തിന് മേൽ തീ പിടിക്കണമേ. ഒരുമിച്ച് സമർപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ അങ്ങ് പോകണമെന്നുണ്ട്, പക്ഷേ ദൈവവചനം അല്പസമയം ശുശ്രൂഷിക്കണമല്ലോ. ആമേൻ. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 46 മുതൽ 82 വരെയുള്ള വാക്യങ്ങൾ ദയവായി ഒന്ന് വായിക്കൂ. മാർക്ക് ചാപ്റ്റർ 10 verse 46 to 52. Thank you Jesus. അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്നവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പും ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു. താങ്ക് യു. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ 46-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയും തിരിക്കാം. അവർ യെരിഹോവിൽ എത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരിക്കുന്നു കണ്ടു. 1-ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരിക. യെരിഹോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പദമാണ്. എന്താണ് യെരിഹോയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത്? ശാപം പിടിച്ചതായ പട്ടണം. യെരിഹോയെക്കുറിച്ച് അവൻ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത് വലിയ കോട്ടകൾ കൊണ്ട് കെട്ടി പൈശാചികമായ ഒരു അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് യെരിഹോ എന്ന് പറയുന്നത്. അവിടെ ഒത്തിരി കോട്ടകളുണ്ട്. കോട്ടകൾ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. പലർക്കും ഈ കോട്ടകളെ ചാടിക്കടക്കുവാനായിട്ട് കഴിയത്തില്ല. അവരവരുടെ പ്രാപ്തിക്കനുസരിച്ചാണ് പലരും ചാടിക്കിടക്കുന്നത്. ഒത്തിരി ദൈവശക്തിയുള്ളവരും വിശ്വാസമുള്ളവരും അഭിഷേകമുള്ളവരും ഒക്കെ പല കോട്ടകളെയും ചാടിക്കിടക്കുമ്പോൾ പലർക്കും കോട്ടകളെ ചാടിക്കടക്കുവാൻ കഴിയാതെ, സ്തോത്രം, പല പ്രതിസന്ധികളെയും ഓവർകം ചെയ്യാൻ പറ്റാതെ അവരുടെ മുൻപിൽ ഒത്തിരി ഓബ്സ്റ്റക്കിൾസ് വന്ന് നിൽക്കുകയാണ്, വലിയ കോട്ടകൾ പോലെ.
ആ ഒരു പ്രത്യേക ആത്മീയ മണ്ഡലത്തിലാണ് യേശുവിൻ്റെ ശുശ്രൂഷ നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഒരു മനുഷ്യൻ നാളുകളായി വർഷങ്ങളായി ഭിക്ഷയാദിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ്റെ പേരാണ് ബർത്തിമായി എന്ന് പറയുന്ന മനുഷ്യൻ. അവന് ആ ദേശക്കാർ അല്ലെങ്കിൽ ആ ഗവൺമെൻറ് കൊടുത്ത ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അവനൊരു ഐഡൻറ്റിറ്റി ക്രൈസിസിലൂടെ പോകുന്ന വ്യക്തിയാണ്. അവൻ്റെ പേഴ്സണാലിറ്റിയിൽ ഒത്തിരി ഡിസോർഡർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒത്തിരി യൂത്ത്സ് പങ്കെടുക്കുന്നല്ലോ, നിങ്ങളോടുള്ളതാണ് ഈ മെസ്സേജിൻ്റെ ഒരു ഭാഗം. ഒത്തിരി പേഴ്സണാലിറ്റി ഡിസോർഡർ, ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഇങ്ങനെയുള്ള വലിയ വിഷയങ്ങളെ ഫേസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ബർത്തിമായി. യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. ഇവന് എല്ലാ ദിവസവും ഇങ്ങനെ കൈ നീട്ടി ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ, ഇവനൊരു ഐഡൻറ്റിറ്റി കൊടുത്ത്, അതായത് അവൻ്റെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ അടയാളമായിട്ടൊരു പുതപ്പൂടെ കൊടുത്തിട്ടുണ്ട്. നീ എന്നേക്കും ഇങ്ങനെ ഇരുന്നാൽ മതി, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അടയാളമാണ് ഈ പുതപ്പെന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ മെസ്സേജിൻ്റെ ചുരുക്കമെന്ന് പറയുന്നത്, യേശു കടന്നു വന്നിട്ട് ഇവനെ ഈ ഐഡൻറ്റിറ്റി ക്രൈസിസിൽ നിന്നും അല്ലെങ്കിൽ ഇവനായിരിക്കുന്ന ഈ ഒരു പൈശാചിക മണ്ഡലത്തിൽ നിന്നും അവനെ വിടുവിച്ച് അവന് പുതിയൊരു പുതപ്പ് കൊടുക്കുന്നതാണ് ഇന്നത്തെ മെസ്സേജ്. രണ്ട് തരം പുതപ്പുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതത്തെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ താഴ്ത്തിക്കളയുന്ന, സമൂഹത്തിൻ്റെ മധ്യത്തിൽ യാതൊരു തരത്തിലും ഉയരാൻ കഴിയാതെ സ്തോത്രം നമ്മളെ ആക്കി തീർക്കുന്ന ഒരു പുതപ്പുണ്ട്. എന്നാൽ വേറൊരു പുതപ്പുണ്ട്, അത് അഭിഷേകത്തിൻ്റെ പുതപ്പാണ്. അത് ഏലിയാവ് ഏലീശയുടെ മേലിട്ടൊരു പുതപ്പുണ്ട്, ഇരട്ടി അഭിഷേകത്തിൻ്റെ പുതപ്പ്. ഈ പുതപ്പ് വന്നപ്പോൾ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ഏലീശ എന്ന് പറയുന്ന ദൈവദാസൻ്റെ സ്തോത്രം അവൻ്റെ ആത്മീക, ഭൗതിക, ശാരീരിക അവസ്ഥകൾക്ക് വന്ന മാറ്റം ഇന്നു പകലിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ഈ വചനത്തിലൂടെ ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ വചനം ക്രിയ ചെയ്യുകയാണ്. ഇന്ന് പകൽ ഈ പുതപ്പുമായിട്ട് ഇവൻ നാളുകൾ ഇരിക്കുകയാണ്. യെരിഹോവിൻ്റെ ആ ഒരു വഴിയരികിലാണ് ഇവൻ ഇരിക്കുന്നത്. ഇവൻ്റെ ഇരിപ്പ് എവിടെയാണ്? വഴിയരികിലാണ് ഇവൻ ഇരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, വീട്ടിലിരിക്കേണ്ട ഇവൻ എവിടെ ഇരിക്കുന്നത്? വഴിയരികെ ഇട്ടിരിക്കുന്നത്. വഴിയരികെ ഇരിക്കുകയാണ്. വീട്ടിൻ്റെ അകത്തെ നന്മകൾ അനുഭവിക്കേണ്ടതാണ്, പക്ഷെ ഇരിക്കുന്നത് എവിടെയാണ്? വഴിയരികെ. ഭവനത്തിലെ നന്മകൾ അനുഭവിക്കേണ്ടതാണ്, ദൈവസാന്നിധ്യം അനുഭവിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും ആ ഭവനത്തിൻ്റെ അകത്തേക്ക് കയറി ആഴത്തിലുള്ള ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാത്ത ജീവിതങ്ങൾ ഒരു പക്ഷേ ഇതിൻ്റെ നടുവിൽ കാണും. ഓ പ്രൈസ് ദി ലോർഡ്. കൃപാസനത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ ഇറങ്ങി വരുന്നൊരു ദൈവ തേജസ്സുണ്ട്. ഇന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ കുറ്റബോധത്താൽ പിടിക്കപ്പെട്ട് പലരും കൃപാസനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തേക്ക് വരുമ്പോൾ അവിടെ ഇറങ്ങി വരുന്ന ഒരു ശെക്കൈനയുണ്ട്. അതനുഭവിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവ് നമ്മളെ സ്തോത്രം കുറ്റബോധത്തിലിടുകയല്ല, ആ കൃപാസനത്തിന് അടുത്തേക്ക് കൊണ്ടുവന്ന ആ പെട്ടകത്തിൻ്റെ മുകളിൽ അന്ന് ഇറങ്ങി വന്നൊരു ദൈവ തേജസ്സുണ്ട്. ഇന്ന് അത് ഇറങ്ങി വരുന്നത് നമ്മുടെ മേലാണ്. അത് അനുഭവിക്കേണ്ട പല ജീവിതങ്ങളും ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ വഴിയരികെ ഇരിക്കുകയാണ്. ബർത്തിമായിയെ പോലെ സ്തോത്രം അവന് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന, സമൂഹം കൊടുത്തിരിക്കുന്ന ഒരു പുതപ്പും കൊടുത്ത് വെച്ചേക്കുക. ഒരു പുതപ്പിട്ട് അവനെ അവിടെ അങ്ങ് ഇരുത്തിയേക്കുക. ചില പുതപ്പ് നമ്മുടെ മേൽ വന്നാൽ എവിടെയെങ്കിലും ഒക്കെ അങ്ങ് ഇരുന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ആ പുതപ്പ് നമ്മളെ എഴുന്നേൽപ്പിക്കുകയല്ല, ഏതെങ്കിലുമൊക്കെ കോണിക്ക് കൊണ്ടിരുത്തി നമ്മളെ അവിടെ ഇരുത്തും. ഈ പുതപ്പ് സമൂഹമിടുന്ന പുതപ്പുണ്ട്, മതമിടുന്ന പുതപ്പുണ്ട്, സംസ്കാരങ്ങളും സ്തോത്രം നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളും നമ്മുടെ മേൽ ഇടുന്നൊരു പുതപ്പുണ്ട്. എന്നാൽ ഇന്ന് പകൽ ആ പുതപ്പിനെ എറിഞ്ഞു കളയുവാൻ തയ്യാറായാൽ വേറൊരു പുതപ്പ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇടുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഓ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹോളി സ്പിരിറ്റ് ഈസ് മൂവിങ്. പരിശുദ്ധാത്മാവ് ചലനാത്മകമായി ഇവിടെ ആക്റ്റീവായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇവൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ വലിയ ശബ്ദകോലാഹലം കേൾക്കുന്നു. വലിയ ശബ്ദകോലാഹലം. എന്താണ് കാര്യം? യേശു നടന്നു വരികയാണ്. യേശു എവിടെങ്കിലും വന്നാൽ അവിടെ ചിലപ്പോൾ ശബ്ദമുണ്ടാകും. പക്ഷേ യേശു അതിൻ്റെ നടുവിലുണ്ട് എന്ന് തിരിച്ചറിയുവാൻ ഇവന് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഒത്തിരി ശബ്ദകോലാഹലങ്ങളുണ്ട്, പക്ഷേ ദൈവ സാന്നിധ്യമുള്ള ഇടം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ തേജസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ സകല ഭാഷകളിലും ആരാധന നടക്കുന്നത്. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് നാം ഇവിടേക്ക് ആകർഷിക്കപ്പെട്ടത്. അപ്പം നമ്മളെ ആകർഷിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. സ്തോത്രം. നമ്മളെ പിടിച്ചു വലിച്ചകത്ത് കയറ്റുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഞാനിങ്ങനെ പറയാറുണ്ട്, ഞങ്ങളുടെ സഭ, അവിടുത്തെ ഡിവൈൻ വർഷിപ്പ് സെൻറ്റർ ചെങ്ങന്നൂര്, ആ സഭ റോഡ് സൈഡിലാണ്. ഒരു ദിവസം ഞങ്ങൾ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ പറഞ്ഞു, അതിലൂടെ ഈ തിരുവനന്തപുരം ഫാസ്റ്റും ഒത്തിരി ഫാസ്റ്റുകളും സൂപ്പർ ഫാസ്റ്റും ഒക്കെ ഇങ്ങനെ കടന്നു പോകും. അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉണർവ് വ്യാപരിച്ചാൽ സ്തോത്രം ഡ്രൈവർമാരൊക്കെ അവിടെ കാല് ചവിട്ടിയിട്ട് ഓടി ആരാധനയ്ക്ക് കയറുന്നൊരു മണ്ഡലം. ഞാൻ ചുമ്മാ ഒരു തമാശ പോലെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ സംഭവിക്കും. ആളുകളെല്ലാം ചോദിക്കുകയാണ്,
ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോകേണ്ടതാണ്, നിങ്ങൾ ഇവിടെ നിന്നാൽ പറ്റുകയില്ല. പക്ഷെ ഡ്രൈവർ പറയുകയാണ്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല വണ്ടി ഓടിക്കാൻ. എന്തോ ഒരു ആകർഷണ ശക്തി, എന്തോ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ. കുഞ്ഞെ, നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ചില മണ്ഡലങ്ങളിൽ നിന്നുള്ള വിടുതലും യേശു ഇന്ന് പകൽ കൽപ്പിക്കാൻ പോകുകയാണ്. ഇവൻ ഈ ശബ്ദകോലാഹലങ്ങൾക്കിടയിലൂടെ ഈ കണ്ണുപൊട്ടനായ ഈ മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്. ആമേ സ്തോത്രം. അവൻ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. ആ ഭാഗമൊന്നും വായിക്കുന്നില്ല. എന്തോ വിളിച്ചത്? ദാവീദ് പുത്ര, സൺ ഓഫ് ഗോഡ്, മേഴ്സി ഓൺ മീ. എന്നോട് എന്താ? കരുണ തോന്നണമേ. സ്തോത്രം. അപ്പം ദൈവസാന്നിധ്യം വെളിപ്പെട്ടാൽ യേശുവിനെ വ്യക്തമായി നമുക്ക് തിരിച്ചറിയാം. സ്തോത്രം. ഒരു സാധാരണക്കാരനായ യേശുവല്ല, ഒരു അത്ഭുതം ചെയ്യുന്ന മനുഷ്യനായിട്ടല്ല, ദാവീദിൻ്റെ പുത്രൻ, സൺ ഓഫ് ഗാഡ്. അപ്പൊ ദൈവസാന്നിധ്യം അവൻ ഇറങ്ങി വരുന്ന ഇടത്താണ് ദൈവീക വെളിപ്പാടുകളുടെ ഒഴുക്ക് വെളിപ്പെടുന്നത്. സ്തോത്രം. ദൈവസാന്നിധ്യമില്ലാത്ത ആരാധനകളിൽ നാം ഒക്കെ പലരും പോയിട്ടുണ്ട്. പക്ഷേ അവിടെങ്ങും വെളിപ്പെടാത്ത പലതും ഇതിൻ്റെ അകത്ത് വരുന്ന ഈ മണ്ഡലത്തിൽ വരുമ്പോൾ വെളിപ്പെടുന്നതിൻ്റെ കാരണം ഇവിടെ ഇറങ്ങി നിൽക്കുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ അളവത്ര ശക്തമാണ്. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന് ഒരു പൂർണ്ണമായ അഭിഷേകമാണ് ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്. ഒരു തേജസ്സാണ് ഇതിൻ്റെ അകത്ത് ഇറങ്ങി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവനത് യേശുവാണെന്ന് കണ്ണ് പൊട്ടിയാലും കുഴപ്പമില്ല, കണ്ണ് കാണത്തില്ലേലും യേശുവിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് വരുമ്പോൾ അത് തിരിച്ചറിയാം. സ്തോത്രം. ആത്മീയ കണ്ണോ ഈ നമ്മുടെ ആക്ഷരികമായ കണ്ണോ പൊട്ടിയതാണെങ്കിലും കുഴപ്പമില്ല. എവിടെങ്കിലും ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവസാന്നിധ്യത്തിൻ്റെ പ്രത്യേകത. എന്താണ് ദൈവസാന്നിധ്യത്തിൻ്റെ ഡെഫിനിഷൻ? യേശു നമ്മുടെ നടുവിലുണ്ട്, അതാണ് ദൈവസാന്നിധ്യം. ദൈവം നമ്മുടെ നടുവിൽ ഉണ്ട്, അതാ ദൈവസാന്നിധ്യം. അപ്പോൾ ദൈവമായവൻ അതിൻ്റെ നടുവിലൂടെ നടന്നു പോയപ്പോൾ ഇവൻ ആ ദൈവസാന്നിധ്യത്തോട് പ്രതികരിക്കാൻ തയ്യാറായി. വളരെ ഇമ്പോർട്ടൻ്റാണ് ദൈവസാന്നിധ്യത്തോട് പ്രതികരിക്കുക. ഇവിടെ ഇച്ചിരി വെള്ളമൊഴിച്ചു, ഞാൻ ഈ ടവല് കൊണ്ട് ആ വെള്ളത്തിൽ മുക്കുമ്പോൾ ഈ ടവല് ആ വെള്ളത്തെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ സ്പോഞ്ച് വെച്ചാൽ എന്നതുപോലെയാണ് ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ കഴിയും. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ അതിനൊത്തിരി ശബ്ദമുണ്ടാക്കണമെന്നൊന്നുമില്ല. ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ആത്മാവിലും ശരീരത്തിലും ഒരുപോലെ ഒരു വിടുതലും ഒരു ആനന്ദവും ഉണ്ടാകുന്നെങ്കിൽ ഇതിൻ്റെ നടുവിൽ യേശുവുണ്ട്, ഇതിൻ്റെ നടുവിൽ ദൈവ സാന്നിധ്യമുണ്ട്. കമോൺ, വായി തുറന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ ദൈവ സാന്നിധ്യത്തോട് റെസ്പോണ്ട് ചെയ്ത ഇവൻ്റെ മുൻപിൽ യേശു നിന്നു. ഇന്ന് പകൽ ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ടായിരിക്കും വരുന്നത്. ദൈവസാന്നിധ്യത്തോട് റെസ്പോണ്ട് ചെയ്ത പല സഹോദരങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പേടിക്കണ്ട. ആമേ സ്തോത്രം. ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും ദൈവസാന്നിധ്യത്തോടും ദൈവശബ്ദത്തോടും പ്രതികരിച്ചവരുടെ നടുവിൽ അല്ലെങ്കിൽ അവരുടെ അടുത്ത് യേശു നിൽക്കും. അങ്ങോട്ട് പോകല്ല, യേശു നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിൽക്കുക മാത്രമല്ല, എന്താ നിന്റെ ആവശ്യം? നോക്കിയ ദൈവസാന്നിധ്യത്തോട് പ്രതികരിക്കുന്നവൻ മുൻപിൽ കർത്താവ് വന്ന് നിന്നിട്ട് ചോദിക്കുക, നിന്റെ ആവശ്യം എന്താണ്? അവൻ പറഞ്ഞു, കാഴ്ച പ്രാപിക്കണം. ഹല്ലേലൂയ. യേശുവിൻ്റെ വാക്ക്, ദൈവശബ്ദം കേൾക്കുമ്പോൾ അവൻ കാഴ്ച പ്രാപിക്കണം എന്ന് ഇവൻ പറഞ്ഞപ്പോൾ അടുത്ത ഭാഗം വായിക്കും. ഒന്നും വായിക്കാൻ സമയമില്ല. അവൻ പദപ്പെടുത്ത് എറിഞ്ഞു കളഞ്ഞു. അന്നുവരെ അവൻ്റെ മേലുണ്ടായിരുന്ന ദുരാത്മാവിൻ്റെ മണ്ഡലം അവിടെ പൊട്ടുകയാണ്. പലതരം പതപ്പുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ അഭിഷേകമെന്ന് തോന്നിപ്പിക്കുന്ന പല പതപ്പുകളുമുണ്ട് നമ്മുടെ ദേശത്ത്. ആളുകളെ ആകർഷിക്കുന്ന മണ്ഡലം, ആളുകളെ പ്രത്യേകിച്ച് അട്രാക്ട് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, വശീകരിക്കുന്ന മണ്ഡലം, അങ്ങനെയുള്ള പതപ്പുകളെ ഇന്ന് പകൽ യേശു എടുത്ത് കളയാൻ പോകുകയാണ്. ദൈവസാന്നിധ്യം വരുമ്പോൾ ചിലരെ പതപ്പെടുത്ത് എറിയുവാൻ പോകുകയാണ്. ഓ പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നിങ്ങൾക്ക് പതപ്പ് എറിയാൻ ശക്തിയില്ലെങ്കിൽ പേടിക്കേണ്ട. ദൈവദാസന്മാരെ ആക്കിയിട്ടുണ്ട്. അവർ പ്രാർത്ഥിക്കുമ്പോൾ ചില പതപ്പുകൾ താനേ പോവുകയാണ്. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. ദൈവദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവനൊരു പതപ്പൊരു ഭാരമായിരുന്നു. നിങ്ങൾക്ക് എത്ര അല്ലേ ഈ പുതപ്പൊരു ഭാരമായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന അവൻ്റെ ഭാരത്തിൻ്റെ പുതപ്പെടുത്ത് മാറ്റിയിട്ട് തേണ്ട ആനന്ദതൈലത്തിൻ്റെ അഭിഷേകത്തിൻ്റെ പതപ്പ ദൈവം അവനെ അണിയിക്കുക. അതവിടെ എഴുതിയിട്ടില്ല, പക്ഷേ ഒരാശയമായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എലിശയുടെ മേൽ ആ പുതപ്പ് വീണു. അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ പുതപ്പിൻ്റെ മേലൊന്ന് വീഴണം. അഭിഷേകത്തിൻ്റെ പുതപ്പ് നമ്മുടെ മേൽ വീണാൽ നമ്മുടെ വ്യക്തിത്വം തന്നെ മാറും. ഇവിടെ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ, യേശുവിനെ സ്വീകരിച്ചു. ആ സഹോദരിക്ക് എത്രമാത്രം സന്തോഷം കാണും. കാരണം എന്നറിയാമോ? ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആമേൻ സ്തോത്രം പൈശാചികമായ പുതപ്പ് എടുത്തു മാറ്റി. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആത്മീക മണ്ഡലത്തിൽ നിന്ന് മാറി ഇപ്പോൾ ചേണ്ട ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുക. റെസ്പോണ്ട് ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യത്തോട് റെസ്പോണ്ട് ചെയ്യുന്നവരുടെ മധ്യത്തിൽ യേശു നിൽക്കും. ഒരു പ്രത്യേക അനോയിന്റിങ് ദൈവം അവരുടെ മേൽ പകരും. ഇരട്ടി അഭിഷേകമാണ് ദൈവം പകരുന്നത്. സ്തോത്രം. ദൈവം പകരുകയാണെങ്കിൽ ആമേ സ്തോത്രം അത് കുറച്ചല്ല, ആമേ സ്തോത്രം അളവില്ലാതെ ദൈവം പകരുകയാണ്.
അതുകൊണ്ട് നമ്മുടെ പുതപ്പുകൾ എറിഞ്ഞു കളയുവാൻ തയ്യാറാകുക. ചിലർ സ്തോത്രം പലതരം പുതപ്പ് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കുറേ നാൾ കഴിയുമ്പോൾ എന്തുണ്ടാകും? പാരമ്പര്യമുണ്ടാകും, അല്ലേ? നമുക്ക് ട്രഡീഷൻ ഉണ്ടാകും, എല്ലാവർക്കും ഉണ്ടാകും. അങ്ങനെയുള്ള ചില പുതപ്പുകളൊന്ന് കളഞ്ഞ് അഗ്നി അഭിഷേകത്തിൻ്റെ പുതപ്പൊന്ന് സ്വീകരിക്കാൻ തയ്യാറാകുമോ? പ്രൈസ് ദി ലോർഡ്. അഗ്നി അഭിഷേകത്തിൻ്റെ പുതപ്പ്, ഇതൊക്കെ സ്തോത്രം പറഞ്ഞു വിടുമ്പോൾ തന്നെ ചിലരതങ്ങ് ഏറ്റെടുക്കണം. ചില പുതപ്പുകൾ ചാടിപ്പിടിക്കാൻ ചിലർ തയ്യാറാകണം. ഓ ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൻ്റെ പുതപ്പ് ഏത് സമയത്താണ് വീഴുന്നെന്നറിയത്തില്ല, പക്ഷേ അതിനുവേണ്ടി നോക്കി മേളോട്ടിരിക്കുന്ന ചിലരെ നിരാശപ്പെടുത്തത്തില്ല കർത്താവ്. സ്തോത്രം. ചിലർ പ്രതീക്ഷയോടെ ഇരിക്കുക, എപ്പോഴാണ് പുതപ്പ് വീഴുന്നത്, എപ്പോഴാണ്? ദൈവത്തിനൊരു സമയമുണ്ട്. സ്തോത്രം. ആ സമയത്ത് ദൈവം അത് അയക്കും. ഇവൻ ദൈവസാന്നിധ്യത്തോട് പ്രതികരിച്ചപ്പോൾ ഇവൻ്റെ പുതപ്പെല്ലാം അവിടെ എഴുതിയിരിക്കുക, അവൻ ചാടിയും എഴുന്നേറ്റു. അവനായിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. അവന് പിന്നെ അവിടെ ഇരിക്കാൻ കഴിഞ്ഞു. അവനെ ഇരുത്തിയ പുതപ്പ് ദൈവം എടുത്ത് കളഞ്ഞു, കീറിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മേൽ ഇട്ടിരിക്കുന്ന പുതപ്പ് ദൈവം കീറിക്കളയുവാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ഹൗ മെനി ഓഫ് യു ബിലീവ്? സേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് സ്തോത്രം, ഈ ആരാധനയുടെ നടുവിൽ പുതപ്പ് ദൈവം എടുത്തു കളയുവാൻ പോകുകയാണ്. എന്നിട്ട് ആ മണ്ഡലത്തിൽ അഭിഷേകത്തിൻ്റെ പുതപ്പിനെ ദൈവം അയക്കുവാൻ പോകുന്നു. ഓ, സമയത്തിൻ്റെ പരിമിതി മൂലം ദയവായി നിങ്ങളുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കൂ. ഒരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ. ഹല്ലേലൂയ. ലോർഡ് വി പ്രൈസ് യു, ലോർഡ് വി പ്രൈസ് യു, ലോർഡ് വി പ്രൈസ് യു. എല്ലാവരും അതിരങ്ങളെ ഒന്ന് തുറന്ന ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ ആത്മാവിൻ്റെ തീയുടെ പുതപ്പ് എത്ര പേർക്ക് വേണം? വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവം അത് ഇടുവാൻ പോകുകയാണ്. ദൈവം അത് ഇടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ശംദരബ. വായ തുറന്ന് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്ന് പ്രതികരിക്കാമോ? യേശുവിൻ്റെ സാന്നിധ്യത്തോട് പ്രതികരിക്കാൻ തയ്യാറായാൽ ആത്മാവിന്റെ തീയുടെ പുതപ്പ് ദൈവം ഇടുവാൻ പോകുന്ന അഭിഷേകത്തിന്റെ ഇരട്ടി അഭിഷേകത്തിന്റെ പുതപ്പ് നിന്റെ പേഴ്സണാലിറ്റിയെ മാറ്റുന്ന ഐഡന്റിറ്റി ക്രൈസിസ്, നിന്റെ പേഴ്സണാലിറ്റിയിലുള്ള ഡിസോർഡറുകളെ മാറ്റുന്ന ഒരു പുതപ്പ്. വേണ്ട, ഏലിയാവ് എലീശയുടെ മേൽ ഇട്ടപ്പോൾ സ്തോത്രം, ഏലീശായുടെ എല്ലാ മണ്ഡലത്തിലും വ്യത്യാസം വന്നെങ്കിൽ കുരുടൻ സ്തോത്രം, അവൻ കാഴ്ചയില്ലാത്തവനായിരുന്നു. പക്ഷേ മറ്റുള്ളവരുടെ മുൻപിൽ അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയ, നടക്കുമാറാക്കിയ, അവനെ ചാടി എഴുന്നേൽപ്പിച്ച അഭിഷേകത്തിന്റെ പുതപ്പ്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് അതിരങ്ങളെ ഒന്ന് തുറന്ന് സ്തോത്രം ചെയ്യാം. ഓ ജീസസ്, ഹല്ലേലൂയ. റമ ശംദരബ. പരിശുദ്ധാത്മാവിനോട് പ്രതികരിക്കുക. ഇന്ന് പകലിൽ ആത്മസാന്നിധ്യത്തോട് പ്രതികരിച്ച് തുടങ്ങുമ്പോൾ ചിലരുടെ മേൽ ആത്മാവിന്റെ തീയുടെ പുതപ്പ്, ആത്മാവിന്റെ അഭിഷേകത്തിന്റെ പുതപ്പ്, ഇരട്ടി അഭിഷേകത്തിന്റെ പുതപ്പ് ഒരു തീ പോലെ ശംദരബ ശംദരബ. ചില ഉള്ളങ്ങൾ വളരെ ആസ്മാനാഥര ചൂട് പിടിച്ചിരിക്കുകയാണ്, നിരാശപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ആവശ്യം ചൂടുള്ള പുതപ്പല്ല, തണുത്ത പുതപ്പാണ്. അവരുടെ ഉള്ളത്തെ തണുപ്പിക്കുന്ന ഒരു പുതപ്പ്. ചിലർക്ക് ആവശ്യം, അവർക്ക് ആത്മീയ ജീവിതത്തിൽ തണുപ്പാണ്, അവർക്ക് ആവശ്യം ഒരു ചൂടുള്ള പുതപ്പാണ്. അഭിഷേകം പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ പകരുന്നു. സമനഘടകമന റാംധനവന ശംദര. കം ഓൺ, ഒരുമിച്ച് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹോളി സ്പിരിറ്റ് ഈസ് മൂവിംഗ്. പവിത്രാത്മാ ഹമാരാ ബീച്ച് മേ. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ചിലർക്ക് പുതപ്പ് ആവശ്യമാണ്, ഇരട്ടി അഭിഷേകത്തിന്റെ പുതപ്പ് ആവശ്യമാണ്. ദൈവത്തിന്റെ തീയുടെ അഭിഷേകത്തിന്റെ നടുവിൽ ചലിക്കട്ടെ. Holy Spirit, move in this place. Move my Holy Spirit. Move my dear Holy Spirit. My dear Holy Spirit, move in this place. Move in this place. Hallelujah. Wonderful Holy Spirit. പിതാവേ, അനുഗ്രഹിക്കുന്ന സമയത്തിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മധ്യത്തിൽ പകരുന്നല്ലോ. അങ്ങയുടെ സാന്നിധ്യത്തോട് പ്രതികരിക്കുന്നവരുടെ മേൽ ഇന്ന് പകലൊരു പുതിയ അഭിഷേകത്തിന്റെ, ഇരട്ടി അഭിഷേകത്തിന്റെ, കനത്ത അഭിഷേകത്തിന്റെ ഒരു തിക്ക് അനോയിന്റിങ്ങിന്റെ ഭാരമുള്ള പുതപ്പ് ദൈവാത്മാവ് വിടുന്നതിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കണം. ഈ സഭയെ വീണ്ടും ഈ ദേശത്തിന്റെ സ്തോത്രം, ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിക്കണം. അങ്ങയുടെ ദാസന്മാരെല്ലാം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ.